ജനസഞ്ചയത്തെ തിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ട ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ച് ആയിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏത് ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽ പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ കടലിനു മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു. ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു, കർത്താവേ, രക്ഷിക്കണമേ. ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചത് എന്ത്? അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട്, സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. കർത്താവിന്റെ സുവിശേഷം. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച നാം വായിച്ചു കേട്ട വചനഭാഗത്തിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്നത്തെ ഈ വചനഭാവവും ഇന്നത്തെ സുവിശേഷഭാവവും നാം വായിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 5 5000-ഓളം വരുന്ന പുരുഷാരത്തിന് വിഭജിച്ച് നൽകിയ ക്രിസ്തുവിനെ നാം കണ്ടുമുട്ടുന്നു. ഇന്ന് ആ അവസരം കഴിഞ്ഞ് ബാക്കി വന്ന 12 കൂട്ടം നിറയെയുള്ള അപ്പവുമായി ഗലീലയിൽ നിന്ന് മറുകരയിലേക്ക് യാത്രയാകുന്ന ശിഷ്യന്മാർ. അവർ സഞ്ചരിച്ച വഞ്ചിയെ പല ദൈവശാസ്ത്രജ്ഞന്മാരും തിരുസഭയുടെ പ്രതീകമായി കണക്കാക്കുന്നു. പത്രോസിന്റെ വഞ്ചിയെന്നും പഴയ നിയമ പുസ്തകങ്ങളിൽ വായിക്കുമ്പോൾ നോക്കയുടെ പെട്ടകമെന്നൊക്കെ പലരും വിശേഷിപ്പിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, 12 കൂട്ടം നിറയെയുള്ള അപ്പം ആൾക്ക് ഒരു വീതം വെച്ച് അവർ മറുകരയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ക്രിസ്തുവിനെ അറിയുന്നിടത്ത് നിന്ന് ക്രിസ്തു ആരെന്ന് പോലും അറിയാത്ത മറ്റൊരു ദേശത്തേക്ക് 12 ശിഷ്യന്മാർ 12 കൂട്ട അപ്പവുമായി യാത്ര ചെയ്യുന്നു. നമുക്ക് ഈ ഒരു കൂട്ട അപ്പത്തെ ക്രിസ്തു ആശീർവദിച്ചു നൽകിയ പരിശുദ്ധ കുർബാനയായി വ്യാഖ്യാനിക്കാം. ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിക്കുവാനായി യാത്ര ചെയ്യുന്ന 12 ശിഷ്യന്മാർ. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളെ എടുത്ത് വായിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും ഓരോ വഞ്ചിയിലൂടെയുള്ള ക്രിസ്തുവിന്റെ സുവിശേഷ പ്രഘോഷണത്തെ മുൻനിർത്തിയുള്ള ഓരോ മിഷണറി പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇന്നത്തെ വായനാഭാഗത്തെ 2ആയി നമുക്ക് തിരിക്കാം. ഒന്നാമതായി, വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ. അവർക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ, പ്രതികൂലമായ അന്തരീക്ഷം, ഒപ്പം ക്രിസ്തുവിന്റെ സാന്നിധ്യം. പ്രിയമുള്ളവരെ, ഈ വഞ്ചി യാത്രകൾ നമുക്ക് 3 രീതിയിൽ നമ്മുടെ ജീവിതങ്ങളുമായി കോർത്തിണക്കി വിചാരണ ചെയ്യാം. ഒന്നാമതായി, വഞ്ചി ക്രിസ്തുവിന്റെ സഭ. ക്രിസ്തുവിന്റെ സാമുദായിക സഭയെ വഞ്ചിയെ കണക്കാക്കുമ്പോൾ പലപ്പോഴും നാം കണ്ടുമുട്ടുന്നത് അതിന് അമരക്കാരനായ ഒരാൾ, അതിന് കീഴെ മറ്റ് മെത്രാന്മാർ, അതിന് താഴെ പുരോഹിതർ, ക്രിസ്ത്യൻസ്, അതുപോലെ നമ്മുടെ അഭിപ്രായ ജനങ്ങൾ. പലപ്പോഴും വഞ്ചി ഒരു ദിശയിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന തുഴയുന്ന ആൾക്കാർ ഒരേ രീതിയിൽ ചിന്തിക്കണം. നമ്മുടെ ലക്ഷ്യം എപ്പോഴും പൊതു തന്നെയായിരിക്കണം. പലപ്പോഴും വിവിധ ലക്ഷ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നാം ഒരു കൃത്യമായ സ്ഥാനത്തേക്ക് എത്തിച്ചേരാതെ പോകുന്നത്.
ഒന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ ലക്ഷ്യങ്ങൾ ക്രിസ്തു തന്നെയാണോ എന്ന്. പലപ്പോഴും നമ്മുടെ ഇടയിലുള്ള ആത്മായ വിശുദ്ധ ജീവിതം നയിക്കുന്ന ആത്മായ ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യുമ്പോൾ നാം അവരുടെ ജീവിതങ്ങൾ നോക്കി വിളിച്ചുവിട്ടാറുണ്ട്. പലപ്പോഴും നമ്മുടെ ഇടയിലുള്ള സിസ്റ്റേഴ്സ്, നമ്മുടെ ഇടയിലുള്ള പുരോഹിതന്മാർ, നമ്മുടെ ബിഷപ്പ്മാർ അല്ലെങ്കിൽ മാർപ്പാപ്പ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നാം നമ്മുടെ കണ്ണുകളടച്ച് അവരെ പലപ്പോഴും ജഡ്ജ് ചെയ്യാറുണ്ട്, വിധിക്കാറുണ്ട്. ഈ വിധികൾ നിശ്ചയിക്കുന്നതിന് പകരം അവരുടെ വിശ്വാസങ്ങളെ കൂടുതൽ തുറപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ് ഇന്ന് സുവിശേഷം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഒന്ന്, തിരയുടെ ആഴ്ചകളിലേക്ക് നാം ഊളിക്കിറങ്ങുമ്പോൾ ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കൈ ഉയർത്തിക്കൊണ്ട് ക്രിസ്തുവിനെ നോക്കി പ്രാർത്ഥിക്കുവാൻ നമുക്ക് പഠിക്കാം. രണ്ടാമതായി, നമ്മുടെ കുടുംബങ്ങളാകുന്ന വഞ്ചികൾ. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള കാരണം പരസ്പരം നാം മനസ്സിലാക്കാതെ പോകുന്ന അവസരങ്ങളാണ്. അമ്മ പറയുന്നത് അച്ഛൻ മനസ്സിലാക്കുന്നില്ല, അച്ഛന്റെ ജീവിതം അമ്മ മനസ്സിലാക്കുന്നില്ല, മാതാപിതാക്കളെ കേൾക്കാത്ത മക്കൾ, മക്കളുടെ ഇന്നത്തെ ആവശ്യങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാത്ത മാതാപിതാക്കൾ. ഇവിടെയെല്ലാം ക്രിസ്തുവിനെ അതിന്റെ നടുക്ക് നിർത്തിക്കൊണ്ട് ക്രിസ്തുവിന്റെ കണ്ണുകളിലൂടെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ മക്കളെയും കാണാൻ ശ്രമിക്കാം. നമ്മുടെ ലക്ഷ്യങ്ങൾ തുല്യമാകുമ്പോൾ നമ്മുടെ ലക്ഷ്യം പതിയെ പതിയെ ക്രിസ്തുവിന്റെ അടുത്തേക്ക് യാത്ര ആരംഭിക്കും. പ്രിയമുള്ളവരെ, ഒന്ന് ഇരുന്ന് പരസ്പരം കേൾക്കാൻ ശ്രമിക്കാം. ചിലപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ സമയങ്ങൾ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നാം ചെലവഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതങ്ങൾ എന്തുകൊണ്ട് കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഭൗതികമാവട്ടെ ആത്മീയമാവട്ടെ, നമ്മുടെ ചിന്തകളെല്ലാം, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയമെല്ലാം ഒരുപോലെ ഒരേ ദിശ നോക്കി തുഴയുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഒരു വഞ്ചി മുൻപോട്ട് പോകുന്നത് അതിന്റെ പണിക്കാരെല്ലാം ഒരേ ദിശ നോക്കി തുഴയുമ്പോഴാണ്. പലപ്പോഴും നമ്മുടെ ഈ ഒരേ ദിശ നോക്കിയുള്ള യാത്രകൾ കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ് പല ദിശകൾ നോക്കി നാം തുഴയാൻ ശ്രമിക്കുന്നത്. മൂന്നാമതായി, നമ്മുടെ സ്വന്തം വഞ്ചികൾ. പത്രോസ് ക്രിസ്തുവിനെ നോക്കി നടക്കാൻ തുടങ്ങുമ്പോൾ, അദ്ദേഹം ക്രിസ്തുവിന്റെ വിശ്വാസം നടന്നു തുടങ്ങുമ്പോൾ സുന്ദരമായ ജലത്തിന് മുകളിൽ ക്രിസ്തുവിനെ നടന്നു നീങ്ങുകയാണ്. എന്നാൽ എപ്പോഴാണോ തന്റെ ജീവിതത്തിലെ കലുഷിതമായ ആ തിരമാലകളെ നോക്കി പകർന്നത്, അവിടെ അദ്ദേഹം മുങ്ങിത്താഴുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ കലുഷിതമായ തിരമാലകൾ, ചെറുതും വലുതുമായ പ്രലോഭനങ്ങൾ നമ്മളെ പലപ്പോഴും ക്രിസ്തുവിലേക്ക് അടുത്തു ചെല്ലാനായി അനുവദിക്കുന്നില്ല. ഈ സാഹചര്യങ്ങളിൽ നാം ക്രിസ്തുവിനെ നോക്കുക, ക്രിസ്തുവിലേക്ക് കരം നീട്ടുക. തീർച്ചയായും മനുഷ്യൻ ബലഹീനനാണ്. ഈ ബലഹീനതകളിൽ നാം ക്രിസ്തുവിനെ നേരെ നോക്കി കൈകൾ ഉയർത്താം. ഉറപ്പായും നമ്മെ താങ്ങാനായി ക്രിസ്തു കരങ്ങൾ നീട്ടും. അവസാനമായി, നമ്മുടെ ജീവിതങ്ങളെ കൊടുങ്കാറ്റിൽ യേശു കാണിച്ച അനുഭവത്തിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. നമുക്ക് ചുറ്റും മുങ്ങിത്താഴുന്ന ഒത്തിരി ജീവിതങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവർ മുമ്പിൽ ഒരു മറുക്രിസ്തുവായി നമ്മുടെ കരങ്ങൾ നീക്കി അവരുടെ ജീവിതങ്ങളിലെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വലിച്ച് എഴുന്നേൽപ്പിക്കാം. അതോടൊപ്പം നാം പലപ്പോഴും നമ്മുടെ സുരക്ഷിതത്വത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. പലപ്പോഴും വഞ്ചികൾ സുരക്ഷിതമായ സ്ഥലങ്ങളാണ്. എന്നാൽ എവിടെയാണോ നാം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ സുരക്ഷാ കവചം വിട്ട് പുറത്തേക്ക് വരുന്നത്, അവിടെ നമ്മുടെ മുഖം ക്രിസ്തുവിന്റെ മുഖമായി മാറുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ചെറിയ സമയങ്ങളും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളിൽ നമ്മുടെ കരങ്ങളും നീട്ടി അവരെ നമുക്ക് ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാം. ഓരോ ജീവിതങ്ങളും ഓരോ വഞ്ചികളാണ്, ഓരോ കുടുംബവും ഓരോ വഞ്ചികളാണ്. നമ്മുടെ തിരുസഭ തന്നെ ക്രിസ്തുവിന്റെ വഞ്ചിയാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് ഒരുമയോടെ തുടങ്ങി നീങ്ങുവാനുള്ള അനുഗ്രഹത്തിനായി ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.